നമ്മുടെ മലയാളികളുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ചെയർമാനായ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് പുതിയൊരു ചുവടുവെപ്പിലേക്ക് കിടക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നടനും കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിൻ്റെ ഭാഗവുമായ ശ്രീ രവീന്ദ്രൻ നമ്മളോടൊപ്പം ഉണ്ട്. സാർ, ഇപ്പോൾ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 10 വർഷം കടന്നു. 10 വർഷം. കുറേ സംരംഭങ്ങൾ അതിൻ്റെ ഒരുപാട്. നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ട് ഒരു നോൺ ആൽക്കഹോളിക് ന്യൂ ഇയർ പാർട്ടി ഇവിടെ ചെയ്തായിരുന്നു. ശരിക്കും ആദ്യമായിട്ടായിരിക്കും ലോകത്തന്നെ ലൈക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു. അത് ചെയ്യുമ്പോൾ ആദ്യം എല്ലാവർക്കും സംശയമായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഏകദേശം 10,000 പേര് വന്ന് 5 DJകൾ അവർ വന്ന് ഇതിനകത്ത് പാടി. അന്നത്തെ ഏറ്റവും സൂപ്പർ DJs ഉണ്ടായിരുന്ന DJs ഇവിടെ ഉണ്ടായിരുന്നു. മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചേർന്നുള്ള കലാപരിപാടി. പിന്നെ ലൈക്ക് നോൺ ആൽക്കഹോളിക് മൊജോ ഉണ്ടല്ലോ, അത് വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു. അതുകൊണ്ട് എല്ലാ ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ടല്ലോ, വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഹിറ്റായി ആ സംഭവം വന്നിട്ടുള്ള ഒരു. എനിക്ക് തന്നെ 8,000-9,000 ജനം ദർബാർ ഹോൾ ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞായിരുന്നു വന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധ്യത തുറന്നു കിട്ടിയത് ശരിക്കും. അതിനുശേഷം നമ്മളിവിടെ ഒരു ബൈക്ക് റാലി, ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിനെതിരെ അന്ന് നമ്മളൊരു ബൈക്ക് റാലി ചെയ്തായിരുന്നു. ഒരു 800-900 ബൈക്ക് കണ്ണൂരിൽ നിന്നുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള എല്ലാമുള്ള ബൈക്ക് ക്ലബ്ബുകൾ അവിടെ തൊട്ട് ഇവിടെയുള്ള എല്ലാ ബൈക്ക് ക്ലബ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ന് എറണാകുളം ഇതുവരെ അതുപോലത്തെ ഒരു ബൈക്ക് റാലി കണ്ടിട്ടില്ല. പക്ഷേ വളരെ അച്ചടക്കത്തോട്, കാരണം അന്ന് വന്ന് ഇത്രയും ബൈക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചുതരാം. അത് ഇവിടെ നിന്നാണ് തുടങ്ങിയത്, കൊച്ചി പട്ടാളം ഗ്രൗണ്ടിൽ നിന്ന് വന്നിറങ്ങിയപ്പോഴത്തേക്കും ട്രാഫിക്കുകാർ മൊത്തം വന്ന്. നമ്മൾ അന്ന് ഡൊമിനിക്കാണ് അത് ഇനാഗുറേഷൻ ചെയ്തത്, അന്നത്തെ MLA ആയിരുന്നു. അന്ന് സബ് കളക്ടർ ഉണ്ടായിരുന്നു, കൊച്ചിയിലായിരുന്നല്ലോ സബ് കളക്ടറിൻ്റെ. അത് അപ്പോൾ അന്ന് എല്ലാവരും പേടിച്ചു, ഇത് കംപ്ലീറ്റ് എറണാകുളം മൊത്തം ഇത്രയും ബൈക്ക് ഒറ്റയടിക്ക് എറണാകുളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കുന്നത്. പക്ഷേ ഇത്ര അച്ചടക്കത്തോடு ഉണ്ടായ ഒരു ബൈക്ക് റാലി വേറെ ഉണ്ടാവില്ല. മറൈൻ ഡ്രൈവിലാണ് അത് തീർന്നത്. അതാണ് ഈ ബൈക്ക് ക്ലബ്ബുകളുടെ വന്നിട്ടുള്ള റൈഡേഴ്സ് ക്ലബ്ബുകളുടെ ഏറ്റവും വലിയ മഹത്വം ഞാൻ അന്ന് കണ്ടത്. വളരെ അച്ചടക്കത്തോട് ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു ഹൂളിഗൻസ് അല്ല. അതിനെതിരായിട്ടുള്ള ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ബൈക്ക് റാലി ആയിരുന്നു അന്ന്. എല്ലാ ക്ലബ്ബുകളും അതിൽ പങ്കെടുത്ത എല്ലാ ക്ലബ്ബുകളും കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ കേരളത്തിലെ ക്ലബ്ബുകളും അതിനകത്ത് പങ്കാളികളായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മളൊരു ഫ്ലാഷ് മോബ് കോമ്പറ്റീഷൻ ചെയ്തായിരുന്നു. ഞാൻ ഫെസ്റ്റിവൽ അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അത് മാർക്കറ്റ് യുവർ ടെക് ഫെസ്റ്റ് എന്നുള്ളതായിരുന്നു. മാർക്കറ്റ് യുവർ ഫെസ്റ്റ്. അന്ന് ക്യാമ്പസുകളിൽ ഒരുപാട് ഫെസ്റ്റിവലുകൾ നടന്നായിരുന്നു. മറ്റ് ടെക് ഫെസ്റ്റ്, ലോ ഫെസ്റ്റ്, ലോ കോളേജിൻ്റെ അവരവരുടെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫെസ്റ്റ് അവർ ചെയ്തിരുന്നു. ആ ഫെസ്റ്റിവലെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഫ്ലാഷ് മോബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒബ്രോ മാളിൽ വാലന്റൈൻസ് ഡേയിൽ നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ ഭയങ്കര ഹിറ്റായിരുന്നു. അത് റിലയൻസ് ആയിരുന്നു അന്ന് അത് സ്പോൺസർ ചെയ്തത്. നമ്മുടെ എല്ലാ പ്രോഗ്രാമും സ്പോൺസേർഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ ഫെസ്റ്റിവൽ ചെയ്ത് 2016 ആയപ്പോൾ ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്ക് മാറി. പിന്നീട് അവിടെയായി. ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ GCC കൺട്രീസിലുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ വർക്ക്ഷോപ്പുകളും ഫിലിം ഫെസ്റ്റിവലുകളുമായിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തു. നമ്മുടെ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു ന്യൂ പ്രോജക്റ്റ് ഞാൻ അവിടുത്തെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ നമ്മൾ ലോഞ്ച് ചെയ്തു. അതിനുശേഷം നിക്കോണുമായിട്ട് ചേർന്ന് നമ്മൾ അതെല്ലാം GCCയിലെ എല്ലാ കൺട്രീസിലും യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും സ്കൂളുകൾ പിള്ളേർ എല്ലാവരെയും പല അസോസിയേഷനുണ്ടല്ലോ, മലയാളി അസോസിയേഷൻ കേരള, അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ബഹ്റിനുകളെ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ അവരെയും കൂടി ചേർന്ന് ബഹ്റിൻ പോളിടെക്നിക്കുമായിട്ട് ചേർന്നുകൊണ്ട് അവിടുത്തെ ലോക്കൽസിനും കൂടി വന്നിട്ടുള്ള നമ്മൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫെസ്റ്റിവൽസ് നമ്മൾ 2015 ചെയ്തു. നമ്മൾ അതേപോലെ ഡിഫറെൻറ്റ് വർക്ക്ഷോപ്പുകൾ അവർക്ക് വേണ്ടി ചെയ്തു, യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് ചെയ്തു. ഈ 2024 കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ അടുത്ത ബുക്ക് വന്നിട്ട് ഞാൻ റിലീസ് ചെയ്തത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ, നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എങ്ങനെ ദൃശ്യമാധ്യമത്തെ നമുക്ക് കാണാം. ഇറ്റ്സ് ബേസിക്കലി വി കോൾ ഇറ്റ് ദാറ്റ് ലിറ്ററസി ഓഫ് 21st സെഞ്ച്വറി എന്നാണ് അതിനെ വിളിക്കുന്നത്. 21ാം നൂറ്റാണ്ടിൻ്റെ ലിറ്ററസി. കാരണം നമ്മൾ ഇമേജിലൂടെയാണ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വെൻ യു ഗോ ഔട്ട്, ഓക്കെ, ഒരു പോസ്റ്ററായാലും ശരി, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളോട് സംസാരിക്കുകയാണ്, സംവാദം ചെയ്യുക. ഇറ്റ് ആക്ച്വലി ഓൾ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾ ഇമേജസ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിത്തൗട്ട് യു നോയിങ്. ആക്ച്വലി ഇറ്റ് ക്യാൻ ആക്ച്വലി നിങ്ങളെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഗൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു ഇമേജ് കാണുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കുക ഒരുപാട്. അതുകൊണ്ടാണ് അതിനെ പറ്റിക്കുന്ന ഒരുപാട് മോർഫിങ്, ഈ ബേസിക് എത്തിക്സ് വരണം. കാരണം നമ്മുടെ ടെക്നോളജിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട്
നമ്മൾ എല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരു കോഡുണ്ട്. എല്ലാത്തിനും നമ്മൾ സൊസൈറ്റി വളർന്നപ്പോൾ സൊസൈറ്റിയിൽ ഒരു കോഡ് ഉണ്ടാക്കി, എങ്ങനെ നിൽക്കണം, ജീവിക്കണം. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, നമുക്ക് സൊസൈറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോഡ് ഉണ്ടാക്കി, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ വേണം, നിയമങ്ങൾ വന്നു, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ വളർച്ച, ടെക്നോളജി വളർന്നപ്പോൾ അതിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കോഡ് ശക്തമാക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും അവിടെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ പലരും വന്നിട്ടുള്ളത് അത് നമ്മളവരെ കുറ്റവാളികളായിട്ട് കാണുന്നതിനേക്കാളും ഉപരി ഒന്നല്ല, ചിലർ പറ്റിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സൈബർ ക്രൈംസ് ഇഷ്ടംപോലെ ഉണ്ടാവും. അതിൻ്റെ കാരണം ആ ഒരു ന്യൂ ടെക്നോളജിയിൽ വന്നിട്ട് അതെല്ലാ സമയത്തും ഉണ്ട്. ഈ പറയുന്ന വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ളത് അത് അവരുടെ ഒരു ബേസിക് തിങ്കിങ് അങ്ങനെയാണ്. അപ്പോൾ അവരെ നമ്മൾ ശക്തമായിട്ട് എതിർക്കാനായിട്ട് ഒരു നിയമത്തിൻ്റെ രീതികളും അതിൻ്റെ ബേസിക് എത്തിക്സുകളും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അത് റൂൾ ചെയ്യാൻ പോവുക. ബട്ട് അതിനകത്ത് ബേസിക് എത്തിക്സുകൾ ആവശ്യമാണ്. അപ്പോൾ അതിനോട് ചേർന്നാണ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2024 ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്നുള്ള അതിൻ്റെ ബേസിക് എത്തിക്സ് എല്ലാം പറയുന്നുണ്ട്. അത് ഹിസ്റ്ററി, നമ്മുടെ മിത്തുകളിൽ എന്ന് തൊട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളത്. ഞാൻ ആ പുസ്തകം അവിടെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അത് എവിടെ ഞാൻ കാണിച്ചിട്ട് പറയട്ടെ അത്. ഓക്കെ, സോ ദിസ് ബുക്ക് ഈസ് ആക്ച്വലി വന്നിട്ട് ഇതാണ് അതിൻ്റെ ഒരു ബുക്കായിട്ട് നിൽക്കുന്നത്. ഇത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് നമ്മൾ റിലീസ് ചെയ്തിരുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ 10ാം വർഷത്തോട് ചേർന്നിട്ട് നമ്മൾ തീരുമാനിച്ച അടുത്ത പ്രോജക്റ്റ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാക്കിയിരുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ അതിനെ മാറി ഒരു പുതിയ കലാകാരന്മാർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മൾ അതിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വന്ന് ഈ 10ാമത്തെ വർഷമായപ്പോൾ നമ്മൾ അത് ഒരു പ്രയോജനം ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് ഇന്ന് ബേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നതിന് നമ്മൾ ചെയ്യേണ്ടതിനകത്ത് ഒരു കാര്യം, ഒരു കൂട്ടായ പ്രവർത്തനം നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ എല്ലാ നമ്മുടെ ഈ സിനിമയിലുള്ള എല്ലാ സംഘടനകളെയും നമ്മൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, അപ്പോൾ അതിനൊരു കോമൺ കോസ് ഞാൻ ആദ്യം വെച്ച് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അമ്മ എന്ന സംഘടനയിലെ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരുപാട് പേര് എന്നോട് പലപ്പോഴും ഞാൻ ഈ ഷോർട്ട് ഫിലിമുകൾ എടുക്കുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും അവരുടെ പ്രയാസങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സിനിമ എടുക്കുന്നതിന് മോഹൻലാലുമായിട്ട് ആലോചിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞു നമുക്കത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വറീഡാണ്. അപ്പോൾ അതിന് നമ്മളൊരു വഴി ഉണ്ടാക്കണം. അത് എന്ന് വന്നിട്ട് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളത് എന്നും എല്ലാവർക്കും ഒരു ആലോചനയുണ്ട്. കാരണം 500 പേരിൽ ഒരു 400 പേർക്കോളം വന്ന് ജോലിയില്ല, കൂടുതൽ വന്നിട്ടുള്ള അവസരങ്ങൾ മാറുന്നു, പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവർ വന്നിട്ട് അറിയപ്പെടാതെ പോകുന്നു. അപ്പോൾ അതെന്നേരാണ് ഇതിന് നമ്മൾ അതിനു വേണ്ടി മാറ്റാം എന്നുള്ളൊരു തൊഴിലില്ലാതെ ഇരിക്കുന്നവരെ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ സ്റ്റാർസിനെ അല്ല ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ സ്റ്റാർസ് ഇതിനകത്ത് വരുവാണെങ്കിൽ നമ്മൾ വേണമെന്നൊന്നും പറയില്ല, പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവർക്കാണ് ശരിക്കും. കാരണം ഞാൻ ഇത് സംസാരിച്ചപ്പോൾ അമ്മയുടെ മീറ്റിങ്ങിൽ പരിപാടി വരട്ടേന്ന് പറഞ്ഞു, അതല്ല, പക്ഷെ അത് ഒരു കാമ്യമായിട്ടേ വരാൻ പറ്റുള്ളൂ. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ വരുന്ന ആൾക്കാർക്കാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം. അതിന് ഒരു ആന്തോളജി ആണല്ലോ, ആന്തോളജി. അത് ആന്തോളജി ആക്കാൻ തന്നെ കാര്യം അതാണ്. നമുക്ക് കൂടുതൽ പേർക്ക് ചാൻസ് കിട്ടുക, കൂടുതൽ പേർക്ക് വന്നിട്ട് സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ ഒറ്റ സിനിമ നീട്ടത്തിൽ ഒരു സ്റ്റോറീനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ കുറച്ച് ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓരോ ഷോർട്ട് ഫിലിമിലും ഒരു 10 12 പേരെ 15 പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ 12 പേരെ. അപ്പോൾ അങ്ങനെ ഒരു 5 ഫിലിം ആകുമ്പോഴത്തേക്കും നമുക്കൊരു 50 പേരെങ്കിലും മിനിമം, അല്ലെങ്കിൽ 40 പേരെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ അതിനെ അതാക്കിയത്. അത് മാത്രമല്ല, നമുക്ക് വന്നിട്ട് മാഗ്ഡേ ആയിട്ടാണ് ഞാനിത് ആദ്യം ആലോചിച്ചത്. മോഹൻലാലിന് ഇത് കിട്ടിയതിന് ശേഷം ഇത് പ്രാവർത്തിയാക്കണം. അപ്പോൾ ഞാൻ മാഗ്ഡേ മെമ്പർ ആയതുകൊണ്ട് മെക്കാട്ടിൻ്റെ അടുത്തും ഞാൻ പത്മകുമാറിൻ്റെ അടുത്താണ് ഞാനിത് അവതരിപ്പിച്ചത്. അവർ വളരെ സന്തോഷത്തോട് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്തേക്ക് സഹകരിച്ചുകൊണ്ട് ചെയ്തു തരാം. അപ്പോൾ മാഗ്ഡേന്ന് ഡയറക്ടേഴ്സായി. അപ്പോൾ ഞാൻ അമ്മയെന്നുള്ള ഒരു ഡയറക്ടർ എടുത്തത് രമേഷ് പിഷാരടി മാത്രമേ ഉള്ളൂ, ബാക്കി ഇരിക്കുന്നതല്ല. അവരുടെ ടെക്നീഷ്യൻസാണ് അളകപ്പനും പി സുകുമാരനും. അവർ ഉടനെ സന്നദ്ധ വഹിച്ചു. അപ്പോൾ പട്ട്ണർ റഷീദ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മേക്കപ്പ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞു. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 1-2 പേര് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന് അതിനുശേഷം ഇതിനകത്ത് എല്ലാവരും ചേരുന്നുണ്ട്. അപ്പം ഞാൻ സിബി മലയോട് സംസാരിച്ചപ്പോൾ സിബി ഫെഫ്കയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങിയ 2005 തൊട്ട് ഈ എൻ്റെ ഫെസ്റ്റിവലിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സിബി മലയിലും കമലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇത് 19 വർഷമായി. ഞാൻ അത് 2005 തുടങ്ങിയത്. അന്ന് മൺസൂൺ സിറ്റി ഫെസ്റ്റ് ആയിരുന്നു, ഈ ഷോർട്ട് ഫിലിമിനല്ലായിരുന്നു. അന്ന് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു അങ്ങനത്തെ ഒരു ഈ ഡിജിറ്റൽ യുഗത്തിന് മുമ്പ് തുടങ്ങിയ ഒരു ഫെസ്റ്റിവലാണ് നമ്മൾ. അപ്പോൾ അന്നുണ്ടായിരുന്ന അതേ കമലും സിബിയോടെ ഞാൻ സംസാരിച്ചത്, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഞങ്ങൾ ഇത്ര ആയിട്ടുണ്ട്, നമ്മൾ കൂടെ ഉണ്ടെന്ന്.
അങ്ങനെയാണ് ഞാൻ സിബിയും വന്നു. പി ചന്ദ്രകുമാർ ഞാനോട് സുഹൃത്താണ്. അങ്ങനെ ഞാൻ ഉടനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ സുരേഷ് കുമാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ പിന്നെന്താ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു വലിയ നല്ല ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതാണ് സുരേഷ് കുമാർ. നല്ല മനസ്സിൻ്റെ ഉടനെ സുരേഷ് കുമാർ. എല്ലാവരും ഒരുമിച്ച് വരുന്നത് പറഞ്ഞു. പൊതുവെ ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുന്ന രീതിയില്ല. അങ്ങനെയൊന്നുമല്ല. അതങ്ങനെയാണ്. മലയാളി അങ്ങനെ തന്നെയാണ്. മലയാളി അങ്ങനെയാണ്. അതാണ് മലയാളി സ്വഭാവം. നിങ്ങളത് മലയാളി ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ ചേംബറിൽ സംസാരിച്ചു. അത് ഞാൻ ലെറ്റർ ഇവിടെ കൊടുക്കുന്നതിന് മുമ്പ് സജീവ് നന്ദിയായിട്ട് അവിടെ സംസാരിച്ചത്. നമ്മൾ കൂടെ ഉണ്ടെന്ന്. കാരണം അവർ നേരത്തെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്ന സമയത്ത് അന്ന് ഈ 2005 ഞാൻ ഫെസ്റ്റിവൽ തുടങ്ങുമ്പോൾ അന്ന് മാഗ്ഡേ ഉള്ളൂ. അന്ന് ഫിലിം ചേംബറും മാഗ്ഡയും നമ്മുടെ കൂടെ വന്നിട്ട് എപ്പോഴും വന്നിട്ട് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. മാഗ്ഡയിലെ ആൾക്കാരും വരുമായിരുന്നു, വന്നിട്ടുള്ളത് ചേംബറിലെ ആൾക്കാരും വരുമായിരുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വരുമായിരുന്നു. അന്ന് തൊട്ട് അന്നുണ്ടായിരുന്ന അന്ന് ഒരുപാട് പേര് തുടക്കകാലത്ത് നമ്മുടെ കാര്യത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇപ്പം അന്ന് പാലക്കാട്ടിലെ തിയേറ്റർ ഓണറൊക്കെ ആയിരുന്നു അന്നത്തെ ചേംബറിൻ്റെ പ്രസിഡൻ്റൊക്കെ വന്നിട്ടുള്ളത്. അവരെല്ലാം നമ്മളോട് കൂടെ സഹകരിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഫെസ്റ്റിവലിനെ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ എല്ലാ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടും. കാരണം നമ്മളൊരു കൂട്ടായ്മയിലൂടെ ചെയ്ത ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ സംഘടനയും കൂടി ചേർന്ന ഇൻഡസ്ട്രി, അല്ലാതെ ഒരു സംഘടന മാത്രമായിട്ടല്ലല്ലോ ഒരു ഇൻഡസ്ട്രി. എല്ലാ സംഘടനയും കൂടിയുള്ള ഒരു കൂട്ടായ്മയിൽ സിനിമ എന്ന് പറയുന്ന ഒരു കല, നിങ്ങളതിനെ മനസ്സിലാക്കണം. അതൊരു കൂട്ടായ്മയുടെയാണ്. ഡിഫറെൻറ്റ് രീതിയിലുള്ള ടെക്നോളജി അതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സംവിധായകൻ്റെ രീതിയല്ല ഒരു തിരക്കഥാകൃത്തിൻ്റെ പണി വന്നിട്ട്, തിരക്കഥാകൃത്തിൻ്റെ പണിയല്ല വന്നിട്ടുള്ള ഒരു സിനിമോഗ്രാഫിയുടെ പണി. അവരുടെ ജോലിയല്ല വന്നിട്ട് ഒരു എഡിറ്ററുടെ, ഒരു സൗണ്ട് ഡിസൈനറുടെ, അതേപോലെ തന്നെ VFX ചെയ്യുന്നവരുടെ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗം മാനേജ് ചെയ്യുന്നവരുടെ. ഈ പ്രൊഡക്ഷൻ സിനിമയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ പ്രൊഡക്ഷൻ ബോയ് വരെയും വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഭയങ്കര അത്യന്താപേക്ഷിതമാണ്. ശരിക്കും സിനിമ അങ്ങനെയാണ്. സിനിമ ഒരു കൂട്ടായ്മയുടെ കലയാണ്. നമ്മൾ സിനിമ എന്ന് പറയുന്നത് വന്ന ഒരാളുടെ സിനിമ ഒരു കൂട്ടായ്മയിൽ വരുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ഒരുത്തനാണ് സംവിധായകൻ. അതിനെ വന്നിട്ടുള്ള ഫിനാൻസ് ചെയ്ത് അതിനെ കാര്യങ്ങളെ എത്തിക്കുന്ന ഒരാൾ, അതിൻ്റെ ചുമതല എടുക്കുന്നത് ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം, ചുവരില്ലെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമോ? ശരിയാണ്, ഒരു പ്രൊഡ്യൂസർ വേണം. അപ്പം പിന്നെ ചിത്രം എഴുതുന്ന ഒരാളാവശ്യമല്ലേ, അല്ലെ ചിത്രം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സംവിധായകൻ ഉണ്ടാവണം, തിരക്കഥാകൃത്ത് ഉണ്ടാവണം. അതിനെ വന്നിട്ടുള്ളതിനകത്തേക്ക് സ്ക്രീനിലേക്ക് എത്തിക്കാൻ ആക്ടേഴ്സ് ആവശ്യമല്ലേ. അപ്പോൾ ആ ആക്ടേഴ്സ് വേണം. അപ്പോൾ പിന്നെ അതിനെ വന്നിട്ടുള്ളത് നമ്മൾ വന്ന് ഫോട്ടോഗ്രാഫി എടുത്തില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ഒരു സിനിമ ആവുമോ, അല്ലെങ്കിൽ പിന്നെ അത് നാടകമാവില്ലേ. അപ്പോൾ അതിന് വന്ന് ഫോട്ടോഗ്രാഫർ വേണം. അപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ യോജിപ്പിക്കുകയും കട്ട് ചെയ്യുകയും അതിനകത്തേക്ക് ചെയ്യാൻ ഒരു എഡിറ്റർ വേണ്ടേ. അപ്പോൾ ഒരു എഡിറ്റർ ആവശ്യമാണ്. അപ്പോൾ അതിനകത്തേക്ക് സൗണ്ട് വരണമെങ്കിൽ സൗണ്ട് വേണ്ടേ, ഇതിനെ സ്പെഷ്യൽ എഫക്റ്റ് ചെയ്യണ്ടേ, ഇത് തിയേറ്ററിലേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ അതിനകത്തൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവണം, ഒരു മാർക്കറ്റർ ഉണ്ടാവണം. അതിനെ എക്സിബിറ്റ് ചെയ്താലല്ലേ സിനിമയാവും. സിനിമ എപ്പോഴും ഉണ്ടാവുന്നത്, സിനിമ പ്രദർശിക്കപ്പെടുമ്പോഴാണ് അത് സിനിമയെ പൂർണ്ണ ബാധിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലൈക്ക് 1895 ഡിസംബറിൽ ലൂമിയർ ബ്രദേഴ്സ് സിനിമ കണ്ടുപിടിച്ച അവരൊന്നുമല്ല. സിനിമ ആദ്യമായിട്ട് കാശ് മേടിച്ച് പ്രദർശിപ്പിച്ചതാണ് അവർ. അതാണ് ആ തിയേറ്ററിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ആദ്യത്തെ വരുന്നത് 35 പേരുണ്ടായിരുന്നു. ആ 35 പേരെന്താ ട്രെയിൻ വന്ന് നിൽക്കുന്നതും ഒരു ഫാക്ടറി, ഇവരുടെ ഒരു സൺബാത്ത് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ ഒരു ചിത്രം, അത് വന്നിട്ടുള്ളത് ഇവർ വന്നിട്ട് കൊമേഴ്ഷ്യലായിട്ട് റിലീസ് ചെയ്തു. അതേ സമയത്ത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഈ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. പല രീതിയിൽ അവർ ഈ ചലിക്കുന്ന ചിത്രത്തിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളതിന് അപ്പോൾ സിനിമ ഒരു പ്രദർശനം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു എക്സിബിറ്റർ മസ്റ്റാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ചിന്തിക്കുന്നത് തൊട്ട് എക്സിബിറ്റ് ചെയ്യുന്നത് വരെയും വന്നിട്ടുള്ളതിനകത്ത് നിൽക്കുമ്പോഴാണ് അതൊരു സിനിമ പൂർണ്ണതയിലെത്തും. അപ്പോൾ ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ഞാൻ അന്ന് തൊട്ട് ചെയ്തിരുന്നത്. ഞാൻ ഒരു സിനിമ പഠിക്കുന്ന ഒരുത്തനാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതിന് ശേഷവും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സിനിമ സ്റ്റഡീസിന് നിൽക്കണമല്ല. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകൾ എപ്പോഴും വന്നിട്ട് ആ തരത്തിലാണ്. ഞാനൊരു ആക്ടറായി വന്നതെന്ന് പറയുന്നത് ഞാൻ ആ തരത്തിൽ എനിക്ക് പെർഫോമിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആക്ട് ചെയ്തു. ഞാൻ കുറേ കഴിഞ്ഞ് പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാത്രമല്ല എൻ്റെ ജോലി, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ അപ്പം നിർത്തി. പിന്നെ ഒരുപാട് വർഷം നിങ്ങൾ എൻ്റെ കഥ ശരിക്കും ആ ഒരു തീരുമാനം എന്താ പറയുക, അത്ര ഹിറ്റായി ഒരു റീ എൻട്രി കിട്ടി, ഒരു ബ്രേക്ക് എടുത്ത ശേഷം വന്ന സിനിമയായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ്. അല്ല അത് ഭയങ്കര അല്ല, ഞാൻ തമിഴിൽ അഭിനയിച്ചിരിക്കുന്നുണ്ട്, മലയാളത്തിൽ ഹിറ്റായിട്ട് സിനിമ. പക്ഷെ പിന്നെ അങ്ങോട്ട് പോയി അവിടുന്ന് വിട്ടിട്ട് അല്ല, ഞാൻ അതിന് ഒരു ഹിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ നിർത്താനായിട്ട് എനിക്കൊരു ഹിറ്റ് ആവശ്യമാണ്. ഒരു കറക്റ്റ് പോയിന്റിൽ വേണം ഞാൻ നിർത്താനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് അങ്ങനെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി.
അതിന് ഒരുപാട് കാര്യങ്ങളുമുണ്ട്. എനിക്കതിന് അത് നിർത്തേണ്ടത് ആ പടത്തിനകത്തോടു കൂടി വന്നിട്ട് ഇത്ര ക്രൂരനായ ഒരുത്തനില്ല എന്നുള്ള രീതിയിലേക്കായി. അന്ന് ജനം ഈ തെലുങ്കിൽ പോയിട്ട് ആൾക്കാരെ അടിച്ചില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ എന്താ പറഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടെ നിന്ന് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ അമ്മയുടെ പേഷ്യൻസ് വന്നിട്ട് പറയുക, ഡോക്ടർ എത്ര പാവ, മകൻ എത്ര ദുഷ്ടനാണെന്ന്. അമ്മ ചിലപ്പോൾ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ച് പറയുമ്പോഴത്തേക്ക് അത് ഈ സിനിമ കണ്ടിട്ടാണോ? പപ്പയുടെ സ്വന്തം അപ്പോസ് കഴിഞ്ഞ ഒപ്പം നടന്ന കാര്യമാണ് ഞാൻ പറയണേ. അപ്പോൾ അത് കുറച്ച് ദിവസമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, ഞാൻ എൻ്റെ ഒരു കാര്യം ഇങ്ങനെ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി, കുഴപ്പമില്ല, ആരും ചോദിക്കുന്നത് നീ ഞാൻ നിർത്തിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സിലേക്ക് മാറിയിട്ട് ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വേറൊരു മേഖലയെ പഠിക്കാൻ തുടങ്ങുകയായിരുന്നു. അതെൻ്റെ വേറൊരു രവീന്ദ്രൻ്റെ കാലഘട്ടമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മാറ്റമുണ്ട്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുന്നത് വരെയുള്ള രവീന്ദ്രൻ ഞാനല്ല. ഞാൻ അതിനു മുമ്പ് വെറും MGR സിനിമ മാത്രം കണ്ടിരുന്ന ഒരുത്തനെ, വെറും MGR സിനിമ, ഇടിയുണ്ടോ എത്രയുണ്ടോ ആ സിനിമകൾ മാത്രം പോയി കണ്ടിരുന്ന ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിന് ശേഷം ഞാൻ ആദ്യം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ റോഷ്മാൻ ഗേറ്റ, കുറോസോവയുടെ. അത്രയും കൺഫ്യൂസ്ഡ് സിനിമയാണ്. ഞാൻ നമ്മൾ ഇങ്ങനൊരു സിനിമയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ചർച്ചയുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുമ്പോഴാണ് സിനിമയ്ക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ഈ പറയുന്ന മാസ്റ്റേഴ്സിന് സിനിമകൾ പഠിക്കാനും അതിനു വേണ്ടിയുള്ള നെട്ടോട്ടായി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠന കാലത്തേക്ക്. അത് എനിക്കുള്ള യാത്രയിലൂടെ വന്നിട്ടുള്ളത് വളരെയധികം വന്ന് ഗുണം ചെയ്തു. ഞാൻ ആ വഴിയിലേക്ക് വന്നു. ഞാൻ ആ സമയത്ത് അഭിനയിച്ച എൻ്റെ പടം, ഞാൻ അഭിനയിച്ച ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്ത ഒരു പടമായിരുന്നു. ക്യാമ്പസിലെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ പടവും. ആ പടം ഭയങ്കര ഹിറ്റായി, ഒരു ചരിത്രം സൃഷ്ടിച്ചു. ഒരു തലയൊരാകാം. ഞാൻ ഒറ്റ നൈറ്റ് കൊണ്ട് സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തി. അതൊന്നും ഞാൻ പറഞ്ഞു, നമ്മളത് ചുമ്മാ റോഡിൽ കൂടിയൊക്കെ നടന്ന് കിടക്കാൻ. ഞാൻ പിറ്റേ നോക്കുമ്പോൾ ആൾക്കാരുടെ ബഹളം. നമ്മൾ വരുന്നിട്ട് വണ്ടി ഏതാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പനമെടുത്ത വണ്ടിയിൽ പോയപ്പോൾ ആ നീട്ടത്തിൽ മുഴുവൻ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാം അവർ സൈക്കിളിട്ട്. അതിൻ്റെ ഓരോ വണ്ടിയിലും ചെക്ക് ചെയ്തിട്ട് അവർ വിടുക. നമ്മൾ ശരിക്കും അന്തം വിട്ടുക, ഇങ്ങനെയൊക്കെ ഉണ്ടോ താരം. അങ്ങനെ വന്നതോടുകൂടി ഞാൻ പിന്നെ കാണുന്നത് കമലഹാസൻ സാറിൻ്റെയും രജനീകാന്തിൻ്റെയൊക്കെ ഉള്ള ഈക്വൽ റോളുകൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഒരു 40 അടിയുടെ എൻ്റെ കട്ടൗട്ട് മുമ്പടി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. കമലഹാസനും ഞാനും കൂടി നിൽക്കുന്നതൊക്കെയാണ് അവിടെ വരുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പം ഞാൻ സ്റ്റാർഡത്തിന് ശരിക്കും വന്നിട്ട് വളരെയധികം ചെറുപ്പത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതിനെല്ലാം അതല്ല. ഇന്ന് എനിക്കിനി തിരിച്ചു കിട്ടില്ല. അപ്പം ഞാൻ പപ്പടം എന്താപ്പൂസ് വരുമ്പോൾ 3-4 കാരണങ്ങളിൽ ഒന്നതാണ്. ഞാനിനി എത്ര പിടിക്കാൻ അതിനകത്തല്ല, ഇനി ആ ജീവിതം എൻ്റെ കഴിഞ്ഞു. ആ കാലഘട്ടം ഞാൻ അനുഭവിച്ചു. അതിനകത്തേക്ക് ഞാൻ ഇനി എത്തപ്പെടാനല്ല ഞാൻ നോക്കേണ്ടത്, ഞാൻ വേറൊരു മുഖമാണ് എത്തേണ്ടത്. അതിനൊരു നിമിത്തമായിട്ട് ഇത് മാറുകയാണെന്നുള്ളത് എനിക്ക് തോന്നലുണ്ടായി. അപ്പം ഞാൻ ഒരു ഹിറ്റിലൂടെ എനിക്ക് ഒഴിയാൻ പറ്റും. എൻ്റെ സ്ട്രാറ്റജിയിൽ ഞാൻ ആലോചിച്ച 2-3 കാര്യങ്ങളിൽ അതായിരുന്നു. പക്ഷെ അപ്പോൾ എല്ലാവരും ഭയങ്കര മണ്ടത്തിലാണ്, നീ തിരിച്ചു വരില്ല. അതെൻ്റെ ഭാഗ്യമോ കഷ്ടകാലോ ഞാൻ വന്നെങ്കിൽ. കാരണം അഭിനയിച്ച ഒരു തന്നെ എന്നും വന്നിട്ട് മുഖത്ത് ചായ ഇട്ടവൻ എന്നും തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചായ ഇടണം. അപ്പോൾ അതുണ്ടാവുമല്ലോ. അപ്പോൾ അതുണ്ടാവില്ല അങ്ങനെ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയല്ലായിരുന്നു. കാരണം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ അതിനു വേണ്ടിയല്ല, അതിൻ്റെ മുകളിലേക്ക് ഇനി ഈ ഷാഡത്തിനെ ഞാൻ നിലനിർത്താനോ അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള കാര്യത്തിനേക്കാളും ഉപരിയായിട്ട് ഞാൻ അതിനുള്ളിൽ ഞാൻ സിനിമ പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായല്ലോ, ഇൻ്റർനാഷണൽ ആ സിനിമയിൽ നിന്ന് ഞാൻ മാറി നിന്നാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരം സിനിമകളിലേക്ക് ഞാൻ എത്തപ്പെടാനും അത്തരം സിനിമകളെക്കുറിച്ച് കൂടുതൽ അക്കാഡമിക്കലായിട്ട് പഠിക്കാനുമുള്ള ഒരു കാര്യത്തിനെ ഞാൻ വന്നിട്ട് എടുക്കാനായിട്ട് തുടങ്ങി. അവിടെയാണ് നമ്മൾ മാറ്റം ഉണ്ടാവേണ്ടത്, തീരുമാനം എടുത്തത്. അപ്പം പിന്നെ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. അല്ലേ, നിങ്ങൾ പറ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത ഡിസിഷൻ. പുതിയ എടുക്കണം. ഞാനത് എടുത്തുകൊണ്ടല്ലേ എനിക്കിന്ന് ഇങ്ങനെ നിങ്ങളോട് ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റിയേ. ഞാനൊരു ആക്ടറായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പടം റിലീസാവുന്നതിനെക്കുറിച്ച് മാത്രമല്ലേ ഞാൻ ചിന്തിക്കുള്ളൂ. ഞാൻ വേറൊരാളുടെ പടത്തിനെക്കുറിച്ച് ചിന്തിക്കണം? ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് വന്നിട്ടുള്ള വേറൊരാളെ പ്രൊമോട്ട് ചെയ്യുക, പലരുടെ ഷോർട്ട് ഫിലിമുകൾ എനിക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം എനിക്കതിനകത്ത് വലിയ പ്രശ്നമില്ല. കാരണം ഞാൻ അതിൽ നിന്ന് മാറിയില്ലേ, അതിൽ നിന്ന് മാറി ഞാൻ നിന്ന് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എനിക്ക് അതിന് കാരണങ്ങളുണ്ട്. ഞാൻ ആ സമയത്ത് തമിഴ്നാട്ടിലെ എല്ലാ റവല്യൂഷണറി മൂവ്മെൻറ്റുമായിട്ട് ഞാൻ അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. എനിക്കൊരു ഐഡിയോളജി എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ഹ്യൂമനിസ്റ്റാണ്. ഞാൻ ഹ്യൂമൻ കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം ചിന്തിക്കുന്നവനാണ്. ഞാൻ ഖത്താറിനൊപ്പം ജീവിച്ചിട്ടുണ്ട്, ഇപ്പോൾ പീപ്പിൾസ് വാർ ഓർഗനൈസേഷൻ. കാരണം അവരുണ്ടാക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ വൻമുറ മീൻസ് അക്രമ കാര്യങ്ങളിലല്ല, ഞാൻ തമിഴിൻ്റെ ഒരു വാക്ക് പറഞ്ഞത്,
അതിലല്ലാത്ത വന്നിട്ടുള്ള ന്യായമായ ചോദ്യങ്ങളുണ്ട്. ഈ കല്ലുണ്ടാക്കിയത് നമ്മളാണ്, അത് ശരിയാക്കുമ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റുന്നില്ല എന്നുള്ള അവരുടെ ചോദ്യത്തിന് അർത്ഥമുണ്ട്. ഖത്താറിനെ പോലെയുള്ള വലിയൊരു കലാകാരനാണ് അദ്ദേഹമാണ് ആ കംപ്ലീറ്റ് ട്രൈബൽസിനെ കൊണ്ടുവന്നിരുന്നത്. ഞാനൊരു സിനിമ അവർക്ക് വേണ്ടി ഉണ്ടാക്കി. പക്ഷെ അത് LTT ഒക്കെ ഇട്ടായിരുന്നുകൊണ്ട് LTT അപ്പോൾ ബാൻ ചെയ്തപ്പോൾ ആ സിനിമ പിന്നെ നമുക്ക് തുറന്ന് എടുക്കാൻ പറ്റിയില്ല. PC ശ്രീറാമായിരുന്നു എൻ്റെ ക്യാമറമാൻ. കാരണം ഞാൻ LTTയുടെ കാര്യങ്ങളിൽ എനിക്ക് സിമ്പതി ഉണ്ടായിരുന്ന ആ സമയത്ത് ഇവരുടെ ഈ വൻമുറയിലല്ല, മീൻസ് ആക്രമണത്തിലല്ല. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം മരിച്ചു കിടക്കുന്ന മകൻ്റെ മുമ്പിൽ കരയാൻ പറ്റുന്നില്ല, ജീവിച്ചിരിക്കുന്ന മകനെ രക്ഷപ്പെടുത്താൻ. ആ അമ്മയുടെ കരച്ചിൽ നമ്മൾ അറിയാം. അങ്ങനെയുള്ള തമിഴന്മാരെ നമ്മൾ കണ്ട് നമ്മൾ അതിൻ്റെ ഒരു വർഗ്ഗമല്ലേ, നമുക്കൊരു ബോധം ഉണ്ടാവില്ലേ, നമ്മുടെ ഒരു തമിഴ് സ്നേഹം നമ്മൾ അതിൻ്റെ ഒരു ഭാഗമല്ലേ. അങ്ങ് ലാംഗ്വേജ് കൊണ്ടായാലും നമ്മുടെ ഒരു ദ്രാവിഡ സ്നേഹം ഇന്നും എല്ലാവരിലും ഉണ്ടാവും. അതൊരു മൂവ്മെൻ്റാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ടായിരിക്കാം എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഇത് വരികയും ഞാൻ തെരുക്കൂത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനൊക്കെ പോകുന്നത്. ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നോക്കി ഇതൊക്കെ കറക്റ്റ് ടൈമിൽ വന്നു പെട്ടപ്പോൾ ഐ തോട്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ആക്ച്വലി ഗെറ്റ് ഇൻ ടു അനദർ വേൾഡ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മൈ ലൈഫ്. അതിന് എനിക്ക് സാധ്യതയുണ്ടായി. ഒരു സാധ്യതയില്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്കതിന് തുടങ്ങി. ഞാൻ ജനിച്ച വീടും ഞാൻ ചെയ്ത കാര്യങ്ങളും എൻ്റെ പാശ്ചാത്തലമൊക്കെ വന്നിട്ട് എനിക്കതിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥയായി കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. ഇപ്പോഴും എനിക്കത് ചെയ്യാൻ പറ്റുന്ന അതാണ്. ഞാൻ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇപ്പോൾ ഞാൻ എത്രയോ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പല സിനിമകളിലും ഞാൻ ഭാഗമാവേണ്ടവനായിരുന്നു. ഇപ്പോഴും ഈ കഴിഞ്ഞതിലും ഹിറ്റായ ഇപ്പോൾ ഏറ്റവും ഹിറ്റായ ഹോട്ടലും ഞാൻ അവസാന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാതെ മാറിയതാണ് അത്. അപ്പോൾ അതൊന്നും ഞാൻ അതിനകത്ത്, ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഇപ്പോഴും. ആൻ്റോൻ്റെ പടം രകചിത്ര. അപ്പോൾ അതിനകത്തൊന്നും ഞാൻ ശരിക്കും എന്താ പറഞ്ഞാൽ അതൊരു വിഷയമല്ല. കാരണം ഞാൻ അതിനകത്ത് ഞാൻ ഇടപെട്ടിരിക്കുന്ന എൻ്റെ ഐഡിയോളജി പരമായിട്ട് ഞാൻ ഓരോ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ചിന്തകളുണ്ട്. ശരിയാണ്. എന്നെ ഒരു പരിധിയിൽ വന്നിട്ട് നിങ്ങളല്ല ഞാൻ അറിയപ്പെടുന്നത് ഒരു ഡിസ്കോ രവീന്ദ്രനായിട്ടായിരിക്കാം. ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു, കുഴപ്പമില്ല. നിങ്ങളതിനെ കാണുന്നു, ഞാൻ ഡാൻസ് ചെയ്യും, ശരിയാണ്, എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ എൻ്റെ ഇൻ്റലക്ച്വാലിറ്റിയിൽ ഞാൻ വന്നുള്ളതിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പുറത്ത് പോയപ്പോൾ ഞാനൊരു സ്പേസ് ഉണ്ടാക്കി. ഇതെത്താത്ത വേറൊരു അറബ് നാടുണ്ട്. അവിടെ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളെക്കുറിച്ചിട്ടും അതിൻ്റേതായിട്ടുള്ള പല തിയറീസിനെ കുറിച്ചിട്ടും ന്യൂറോ സയൻസിനെ കുറിച്ചും സൈക്കോളജിയെക്കുറിച്ചിട്ടും ഫിലോസഫിക്കൽ സിനിമയെക്കുറിച്ചിട്ടും എല്ലാം എനിക്ക് ക്ലാസ് എടുക്കാനുള്ള സാധ്യതയായി. ഞാൻ അതിനെ ഉപയോഗിക്കാനുള്ള